നമ്മുടെ നാട്ടിൽ ഒരാൾ പ്രസവിച്ചു എന്ന് കേട്ട ആദ്യം ചോദിക്കുന്ന കുട്ടി എന്താ? പെൺകുട്ടിയാണ്. സ്വർണത്തിന് 56,000 എന്നാരെ മോനെ, ആദ്യത്തും പെണ്ണാണല്ലോ, രണ്ടും പെണ്ണാണോ, നിന്റെ ഓക്കെന്തോ തയ്യാറുണ്ടോ? ഇയാളും മനുഷ്യൻ 10,000 രൂപയോടും കടം കിട്ടുമെന്ന് വിചാരിച്ചു ഇങ്ങനെ അന്തം പിടിക്കും. ഹോസ്പിറ്റൽ ബില്ലടക്കാൻ അതിന്റെ നേരത്താണ് സ്വർണത്തിൽ 56,000. ഈ പരിപാടി മുഅ്മിനീങ്ങൾ പാടുള്ളതല്ല. കല്യാണം കഴിഞ്ഞ് 3 കൊല്ലം 4 കൊല്ലമായി കുഞ്ഞാവാത്ത ആളുകളുണ്ടാവും. ഇത് അല്ലാഹു തീരുമാനിക്കുമ്പോൾ ഈ കുട്ടീനെ കിട്ടും. പല ആളുകളും പറയാറുണ്ട് പരിശോധനയിൽ ഒരു തകരാറില്ല, പക്ഷേ 4 കൊല്ലമായി 8 കൊല്ലമായി 10 കൊല്ലമായി. മെഡിക്കൽ സയൻസ് എല്ലാ ഡയഗ്നോസിസ് എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ടുണ്ട്, സെമൻ അനാലിസിസ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും തകരാറും കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല, പക്ഷെ കുഞ്ഞായിട്ടില്ല. ഇത് ഈ പുയ്യാപ്പിൾക്കും പുതിയണ്ണിനും ഇല്ലാത്ത ബേജാറാണ്. മരുവക്ക് പിന്നെ പെങ്ങളെ കുട്ടികൾക്ക് പിന്നെ അയൽവാസികൾക്ക് എല്ലാവർക്കും ഒരാൾക്കും പോലും ഒഴിവില്ല. എല്ലാവർക്കും ഇവർക്ക് ഒന്ന് കുഞ്ഞായിട്ട് വേണം അവർക്കൊന്ന് കടന്നുറങ്ങാൻ. ഇത് നമ്മുടെ സമൂഹത്തിൽ അബദ്ധമാണ്. സ്നേഹത്തോടുകൂടി ചോദിക്കുക, ഒരിക്കൽ വിശേഷമുണ്ടോ? ഇതെല്ലാ കുടിയിരിക്കലിനും ചോദിക്കുക, അല്ലേ 1.5 കൊല്ലായില്ലേ 4 കൊല്ലായില്ലേ, ഒന്ന് വേണ്ടേ? ഇത് പാടുള്ളതല്ല. ഓള് നല്ല ഉഷാറില് കൊടുത്തൊരുങ്ങിയിട്ട് കല്യാണം കൂടാൻ വന്നത് ആദ്യം തന്നെ കേട്ടത് അല്ലേ അയൽവാസി നിനക്കും വേണ്ടേ ഒന്ന്, കഴിഞ്ഞു. അവളെ മനസ്സ് അവിടെ നിന്ന് തകർന്നു. പിന്നെ എങ്ങനെങ്കിലും ഒന്ന് ചോറ് എന്നിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആകല പല കുട്ടികളും. ഇത് ദീനിൽ നിർത്തിക്കോടി. അല്ലെങ്കിൽ നമ്മളിലോ നമ്മുടെ തലമുറയിലോ ഇങ്ങനത്തെ ഇൻഫെർട്ടിലിറ്റി പ്രയാസമാണ്. തലവേദന ചില ആളുകൾക്കൊക്കെ മൈഗ്രൈൻ തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പ്രയാസം വല്ലാത്ത അടങ്ങാറാണല്ലേ. എന്നാൽ അതിനെല്ലാം തുടച്ചു നീക്കുന്ന ഒരു മരുന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ അതൊന്ന് ചെയ്തു നോക്കുക, നിങ്ങൾക്ക് ഫലം 100% ഉറപ്പാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടീസ്പൂൺ വലിയ ജീരകം, അതായത് പെരുംജീരകം എടുക്കുക. അത് 2 ഗ്ലാസ് വെള്ളം എടുത്ത് അതിലിട്ട് നല്ലവണ്ണം തിളപ്പിക്കുക. ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് തരി കൂടാതെ ചേർക്കുക. ജീരകവും ചെറുനാരങ്ങ നീരും കൂടി കലർന്ന ഈ വെള്ളത്തിലേക്ക് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് തകാസുർ, അൽഹാക്കുമുത്ത് തകാസുർ സൂറത്ത്, ഇതൊരു 11 തവണ ഓതി അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിക്കുക. ശ്രദ്ധിക്കണം, ഓരോ തവണ ഓതുമ്പോഴും മന്ത്രിക്കാൻ മറക്കരുത്. ഇത് കുടിക്കേണ്ടുന്ന രൂപം: മന്ത്രിച്ച ശേഷം അതിൽ നിന്ന് 1 ഗ്ലാസ് അസർ നിസ്കാര ശേഷവും മറ്റേ ഗ്ലാസ് കിടക്കാൻ നേരവും കുടിക്കുക. ഈ മരുന്ന് ഉണ്ടാക്കേണ്ടുന്ന സമയം അത് അസർ നിസ്കാര ശേഷം തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. വിട്ടുമാറാത്ത തലവേദന റൊമാന്റിക്കായ ഒരു ലൈഫ് നിങ്ങളുടെ ദാമ്പത്യത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ ലക്ഷണം ഞാൻ പറയാം. നിങ്ങൾക്ക് മാത്രമായ ഒരു ഭാഷയുണ്ടാവും, നിങ്ങളുടെ മക്കൾക്ക് മനസ്സിലാകാത്ത, മാതാപിതാക്കൾക്ക് മനസ്സിലാകാത്ത ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് സ്പെഷ്യലായ ചില പദങ്ങൾ ഉണ്ടായിരുന്നു. ആ പദങ്ങൾ വെച്ചാണ് നിങ്ങൾ ഭാര്യയെ വിളിക്കുക, ആ പദങ്ങൾ വെച്ചാണ് അവളെ നിങ്ങൾ തിരിച്ചു പറയും. സുഹൃത്തുക്കളെ, ഇങ്ങനെ ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രശ്നമല്ല. ഇപ്പൊ കാര്യമായിട്ട് നമ്മൾ പറയാൻ എന്താണ്, സമയമില്ല എന്നാണ്. അങ്ങനെ സമയമില്ല എന്നുള്ളൊരു പ്രശ്നമില്ല. കാരണം എല്ലാ സമയത്തും നമ്മൾ പരസ്പരം ബന്ധത്തിലാണ്. നമ്മൾ ജോലിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മൾ യാത്രയിലാണെങ്കിലും എല്ലാം നമ്മുടെ മനസ്സിൽ നമ്മുടെ വൈഫാണ് നിറഞ്ഞു നിൽക്കുന്നത്, നമ്മുടെ ഭർത്താവാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഏറ്റവും അധികം നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് വൈഫിന്റെ വാട്സപ്പാണ്, ഏറ്റവും അധികം അവൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് നമ്മുടെ വാട്സപ്പാണ്. ഇങ്ങനത്തെ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അത് എല്ലാത്തിനെയും അതിജീവിക്കും.